നിങ്ങൾ കരുതുന്നുണ്ടാവാം എൻ്റെ കുട്ടിത്തം മാറിയിട്ടില്ല എന്ന്. സത്യത്തിൽ നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലും ഒരു ബാല്യം എപ്പോഴും ബാക്കിയുണ്ട്. ആ ഒരു ബാല്യം തന്നെയാണ് നമ്മളുടെ നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന നമ്മുടെ നൊസ്റ്റാൾജിയകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. നമ്മളിതുപോലെ വില കൊടുത്ത് ഒരുപാട് വണ്ടികൾ വാങ്ങാറുണ്ട്. കൊച്ചുനാളിൽ കുട്ടികൾ കളിക്കാനൊക്കെ വണ്ടികൾ വാങ്ങിയിട്ട് നമ്മൾ അത് കേടാകുമ്പോൾ ഒരു തട്ടുമ്പുറത്ത് കളയുകയോ അല്ലെങ്കിൽ വീട്ടിൻ്റെ വടക്ക് സൈഡിൽ എവിടെയെങ്കിലും എടുത്ത് മാറ്റി വയ്ക്കുകയാണ് പതിവ്. പക്ഷേ ഈ വണ്ടികളെ നോക്കുന്ന ഒരു ഡോക്ടർ നമ്മുടെ ഇവിടെ ഏരിയയിലുണ്ട്. തിരുവനന്തപുരത്ത് ആനയറ എന്നവർക്ക് പറയുന്ന സ്ഥലത്ത് ഈ വണ്ടികളുടെ ഒരു ഡോക്ടറുണ്ട്. നമുക്ക് അയാളെ പരിചയപ്പെട്ടാലോ? അനിൽ ജെ ബാബു എന്നാണ് പേര്. ആനയറയാണ്. അപ്പോൾ ഇതുപോലത്തെ ടോയ്സുകളുടെ ഒരു കിങ് അല്ലേ കടയുടെ പേര്? ടോയ്ക്കിങ് എന്നാണ്. ടോയ്ക്കിങ് എന്നാണ് കടയുടെ പേര് തന്നെ. അതങ്ങനെ ഒരു പേര് വെക്കാൻ കാരണം എന്താ? അതെൻ്റെ ഫ്രണ്ട് എടുത്തിട്ട് പറഞ്ഞു. എങ്ങനെയാ അത്? ഞാൻ ഇങ്ങനെ കട തുടങ്ങാൻ പോകുന്നു. അതിന് കടയ്ക്ക് ഒരു പേര് വേണമെന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട് രാജീവ് എന്നാണ് പറയുന്നത്. അവനാണ് പേര് സെലക്ട് ചെയ്തത്. ടോയ്ക്കിങ് എന്ന് വെച്ചാൽ അങ്ങനെ വേണമെന്ന് ചോദിച്ചു. രാജാവായിട്ടിരിക്കണല്ലോ നല്ലത്. അതെ, പിച്ചക്കാരനാണെങ്കിൽ രാജാവായിട്ട് ടോയ്ക്കിങ് എന്ന പേര് വെച്ചത്. ഇത് ഇവിടെ എവിടെയെങ്കിലും തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു കടയുണ്ടോ ഈ ടോയ് നന്നാക്കണ കട? കേരളത്തിൽ എവിടെയെങ്കിലും ഇല്ല? ഉറപ്പാണ്. ഒരിടത്തും ഇല്ല. അപ്പൊ ഇവിടെ മാത്രമേ ഉള്ളൂ ആനറ തന്നെയാണ് അങ്ങനെ ഒരു ഷോപ്പുള്ളത്. ഈ മുഖ്യപ്പോഴും ഈ സാധനങ്ങളെല്ലാം നമ്മൾ വേസ്റ്റ് എടുത്ത് കളയല്ലേ സാധാരണ ചെയ്യുന്നത്? എല്ലാ വീടുകളിലും അങ്ങനെ തന്നെ. തട്ടുംപുറത്തോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ഒരു മാസമോ ചിലപ്പോൾ ഓടും. അത് കഴിഞ്ഞാൽ എല്ലാം തട്ടിക്കൊളിച്ച് കളയും. അത് എങ്ങനെയാണ് നിങ്ങൾ ഇതിലോട്ട് എത്താനുള്ള കാരണം? ഇതിലെത്താനുള്ള കാരണം എൻ്റെ കുട്ടികൾക്ക് വേണ്ടി പഠിച്ച പണിയാണ്. വാങ്ങിച്ചു കൊടുക്കാൻ മാർഗ്ഗമില്ല വരുമ്പോൾ നമ്മളെല്ലാവരും സ്വാഭാവികമായും എഞ്ചിനീയർമാരാകില്ല. അങ്ങനെ സ്വയം എഞ്ചിനീയർ. എന്നിട്ട് ഒരിടത്തും പോയി പഠിച്ചതൊന്നും അല്ല. ഈ ഇലക്ട്രിക് വർക്കുകളാണെങ്കിലോ? ഇലക്ട്രിക് വർക്ക് എല്ലാം സ്വന്തമായിട്ട് എൻ്റെ സ്വന്തം കാര്യം ആവശ്യമാണല്ലോ. ആവശ്യമാണ്. അല്ല, എന്നാലും ഇലക്ട്രിക് വർക്ക് പോലും ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഇലക്ട്രോണിക്സിൽ ചില കാര്യങ്ങൾ എനിക്ക് സംശയമുള്ളത് എൻ്റെ ഫ്രണ്ടുകളുണ്ട്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ഉണ്ട്, IT കഴിഞ്ഞവരുണ്ട്, ഡിപ്ലോമ ചെയ്തവരുണ്ട്, എല്ലാം എൻ്റെ കൂട്ടുകാരുണ്ട്. അപ്പോൾ ഒരു സംശയം ചോദിച്ചാൽ അവരൊന്ന് പറഞ്ഞു തരും. ഒന്ന് പറഞ്ഞു തരും, ചെയ്തു തരും. അപ്പോൾ ഇതിൻ്റെ ഈ പിന്നെ പാഴ്സുകൾ എവിടെ നിന്നാണ് പോയി വാങ്ങണേ? പാഴ്സ് അല്ല, ഇപ്പം കൊറിയർ വരെയാണ്. കൊറിയർ വരും. ഇതിലിപ്പോൾ എന്തെങ്കിലും ഒരു കേട് വന്നു കഴിഞ്ഞാൽ അത് വിളിച്ച് പറഞ്ഞാൽ കൊറിയർ കൊണ്ട് തരും? അപ്പോഴല്ല, ഉടനെ വരില്ല. നമുക്കൊരു 2-3 ആഴ്ച എടുക്കും. കാര്യം നമ്മളിത് ഓർഡർ ചെയ്ത് സാധനം രാജസ്ഥാനിൽ നിന്ന് പറഞ്ഞു. ഇതിപ്പോ സത്യം പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്തുള്ള എത്ര പേർക്ക് അറിയാം ഈ കട? ഇപ്പോഴും അതിനകത്ത് ഒരുപാട് പേരുണ്ട്. ചേട്ടാ, ഇപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടോ ഇവിടെ? ഇപ്പോൾ ഒരുപാട് പേര് തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് ഒരുപാട്. ട്രിവാൻഡ്രത്ത് മാത്രമല്ല, ഇപ്പൊ എനിക്ക് ഏകദേശം ഇപ്പൊ 2 പ്രാവശ്യം ഇപ്പൊ മറ്റേ ന്യൂസ് ചാനൽ 2 ചാനൽ വന്നതിന് ശേഷം ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ വരാനുള്ള സാധനം വന്നു തുടങ്ങി. ഇത് ഇപ്പൊ നമുക്കിപ്പോ ഒരു വണ്ടി വാങ്ങണ ഇത്ര രൂപയാവും. അപ്പൊ അത് കേടായി കഴിഞ്ഞാൽ അതിന്റെ ഏകദേശം ചുരുങ്ങിയ പൈസ കൊണ്ട് ആ കാർ നന്നാക്കി എടുക്കാൻ പറ്റുമോ? ചുരുങ്ങിയ പൈസ എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു കാറിനകത്ത് അവർ ഇടാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ബാറ്ററി ഇടുള്ളൂ. ബാറ്ററി ഏറ്റവും ചെറിയ ബാറ്ററി ഇടുള്ളൂ. അത് ഒരുപാട് കാലം നിൽക്കില്ല. അതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. എന്നിട്ട് ചൈനക്കാരൻ തന്നെ ബുദ്ധിപരമായി ഇതിനകത്ത് വലിയ ബാറ്ററികളെ ഗ്യാപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ചേട്ടാ, അതിൽ വലിയ ബാറ്ററി നമ്മൾ വലിയ ബാറ്ററി ആക്കും. വലിയ ബാറ്ററി ആക്കും, നമുക്ക് കോസ്റ്റ് കൂടും. കുറേ ദിവസം കൂടെ നിൽക്കും. കോസ്റ്റും കൂടും. പൈസ കൂടും. കാരണം എന്ന് പറഞ്ഞാൽ മറ്റത് 500 രൂപയുടെ ബാറ്ററിക്ക് പോരാൻ നമ്മൾ 1000-1200 രൂപയുടെ ബാറ്ററി വരെ വയ്ക്കുന്നത്. കാരണം 6 നമ്മൾ 12 ആക്കി എടുക്കും. അങ്ങനെ പിള്ളേരെ വെയിറ്റ് അനുസരിച്ച് ഇത് നമ്മൾ ബാറ്ററി മാറണം. ഇത് മുഴുവൻ ചേട്ടൻ ഓരോന്ന് പൊളിച്ച് പഠിച്ച് കാര്യം പൊളിച്ച് പഠിച്ചെന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടി ആഗ്രഹക്കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. എല്ലാം ആഗ്രഹക്കട എന്ന് പറയുമ്പോൾ ചാലയിൽ കിട്ടില്ല. അന്ന് ഇവിടെ കിട്ടുന്നത് ഞാൻ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് പണ്ട് നടക്കുന്ന സമയത്ത് വർക്കല ചെറിയൻകീഴ് കടക്കാവൂർ ഭാഗങ്ങൾ മാത്രം ഗൾഫുകാരുണ്ട്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആക്രി കൊണ്ട് വിൽക്കും. അവിടെ നിന്ന് പാഴ്സ് എടുക്കും. ഗൾഫുകാർ അന്ന് ഗൾഫിലേ ഉള്ളൂ. 10-20 വർഷം മുമ്പ് ഗൾഫിലേ ഉള്ളൂ സാധനം. അപ്പൊ ഗൾഫുകാരന്മാരെ വീട്ടിൽ അവർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അവർ വേസ്റ്റുകളെ അത് നമ്മൾ ഇവിടെ വേണ്ടത് കുറവാണ്. ഈ വർക്കല ചെറിയൻകീഴ് കടക്കാവൂർ ഭാഗങ്ങളിലൊക്കെ ആക്രി കടയിൽ പോകും. പിന്നെ അവിടെ നിന്ന് ഞാൻ കൊണ്ടുവന്ന് പൊളിച്ച് ആദ്യം ഒരു 10-20 വണ്ടി വാങ്ങിച്ച് പൊളിച്ച ശേഷം ഒരു വണ്ടി റെഡിയായി. അത്രയും റിസ്ക് എടുത്താണ് അപ്പൊ ചെയ്യുന്നത്. ആ റെഡിയായ വണ്ടിയെ അപ്പം തന്നെ പൊളിക്കും. അത് കുറച്ച് നേരം ഓടിച്ചു നോക്കിയിട്ടാണ് ഞാൻ പൊളിച്ച് അതിൽ നിന്ന് അടുത്ത പഠിക്കണം. അതിൽ നിന്നാണ് അടുത്ത സെറ്റ് ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെ സംഭവിച്ചിട്ടാണ് ഓണായെന്ന് എനിക്കറിയണം. അപ്പൊ ഇതിൽ നിന്ന് തന്നെ ഞാൻ അടുത്ത അതേപോലെ പൊളിച്ച് വെച്ചിട്ട് അതേപോലെ അടുത്ത സെറ്റ് ചെയ്തു. അങ്ങനെ ഒരു 2-3 ആയി.
അപ്പോൾ ഒരു കാറ് പഠിച്ചു, അടുത്തൊരു ബൈക്ക് പഠിച്ചു, അങ്ങനെ ഓരോന്നോരുന്ന പോകും. ഇപ്പൊ അങ്ങനെ ഇങ്ങനെയുള്ള കളിപ്പാട്ട എക്സ്പീരിയൻസ് എല്ലാം ഇപ്പം റോബോട്ടുകൾ, അങ്ങനെയുള്ള റോബോട്ടുകൾ, കളിപ്പാട്ടങ്ങളായിട്ടുള്ള റോബോട്ടുകൾ അതും ചെയ്യുന്നുണ്ട്. കാറുകളല്ലാതെ ബൈക്കുകളല്ലാതെ അത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് ബൈക്ക് ഓ ശരി, ഇലക്ട്രിക്കാണ്. അല്ലെങ്കിൽ ഞാൻ തന്നെ പഠിച്ച് ഞാൻ തന്നെ പണിത് ഞാൻ തന്നെ ചെയ്ത് ഞാൻ ഇതിൽ തന്നെ ഓട്ടിക്കണം. ഇപ്പൊ പെട്രോൾ വില എനിക്ക് പ്രശ്നമില്ല. ഇലക്ട്രിക്കാണ് അത്. അത് ഇലക്ട്രിക്കാണ്. അത് ശരി. 3000 രൂപയ്ക്ക് വാങ്ങിച്ചു. 3000 രൂപയ്ക്ക് വാങ്ങിച്ചു. ഇപ്പൊ ബാറ്ററി മാറി. ഇത് എത്ര സമയം ചാർജ് ചെയ്യണം? ഇത് 4.5 മണിക്കൂർ ചാർജ് ചെയ്യണം. എത്ര കിലോമീറ്റർ പോകും? 80 കിലോമീറ്റർ ഓടും. അത് 65 കിലോയ്ക്ക്. 65 കിലോ എനിക്ക് അതല്ലല്ലോ, അതുകൊണ്ട് ഒരു 50 പ്രതീക്ഷ. 50 കിലോമീറ്റർ തന്നെ ഇതുവരെ പഠിക്കണം. നെറ്റ് ചാർജ് ചെയ്ത് വെച്ചാൽ ഇതിന്റെ പണി അതും പഠിച്ചു. ഇതും പണി പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ വണ്ടിയിൽ ഇത് പഠിച്ചു. ഒരെണ്ണം അവിടെ പൊളിച്ച് അപ്പുറത്തിട്ടുണ്ട്. ആണോ? അത് എന്തായാലും തോറ്റു കൊടുക്കില്ല. അത് ഒരു ആക്രി എന്ന് പറഞ്ഞാൽ കിട്ടി. ആദ്യം അതിനെ പൊളിച്ച് പഠിച്ച് വന്നപ്പോൾ അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ടോയ് കിങ് എന്ന് പറയുന്ന ഈ ടോയ്കളുടെ രാജാവ് തന്നെയാണ്. അതെ, നമ്മൾ പരിശ്രമിച്ച അസാധ്യത ഒന്നുമില്ല, ഒരു സാധനമില്ല. ഇത് ആരും ഒന്നും പഠിച്ചുകൊണ്ട് പറഞ്ഞത്. ഓടുന്ന വണ്ടി ഏതെങ്കിലും ഉണ്ടോ ഇപ്പൊ ഇവിടെ? ഇപ്പൊ എനിക്കൊന്നും ഓടിക്കാൻ പറ്റുന്ന വണ്ടികൾ പക്ഷെ അത് നിങ്ങൾ പറഞ്ഞു നേരത്തെ അറിഞ്ഞിട്ട് നന്നാക്കി വെക്കുമായിരുന്നു. ബാറ്ററി റെഡി ആക്കി വെക്കുമായിരുന്നു അല്ലേ? വലുത് വേണ്ട ചേട്ടൻ്റെ ഇത് പോകാൻ പാകത്തിനുള്ള ഇതിലാ മറ്റേ ആവിയിലുള്ള അതെ പോയിട്ടുണ്ട്. ഇവിടത്തെ ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെ കുഞ്ഞു വണ്ടി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇത് ചെയ്യണമെന്ന് ഞാൻ എന്നോട് ചോദിക്കാറുണ്ട്. അല്ലെ ഇത് സർക്കസിലെ പരിപാടിയാണെന്ന് ചോദിക്കാറുണ്ട്. ഈ ഓടിച്ചോണ്ട് പോകുമ്പോൾ ചേട്ടൻ ഇത്രയും ഇതിനേക്കാളുണ്ട് ഉണ്ടായിരുന്നു. 3 വീൽ സൈക്കിൾ ഉണ്ട്. 3 വീല് നമ്മളിവിടെ ഉള്ള 3 വീൽ സൈക്കിൾ ചവിട്ടപ്പെടൽ അതിന്റെ ചൈനയുണ്ട്. ബാറ്ററിയാണ്. ചവിട്ടണ്ട നമ്മൾ ആക്സിലേറ്റർ കൊടുത്താൽ പോവും. അതിൽ എണ്ണ ഇരുത്തിക്കൊണ്ട് വലിക്കും. നല്ല പവറാണ്. അത് 32 വാട്ട്സ് മോട്ടറാണ്. 32 വാട്ട്സ് മോട്ടറാണ്. അത് ഞാൻ ഓടിച്ചിട്ടുണ്ട്. അത് ഞാൻ ജംഗ്ഷനിലൊക്കെ പോകും. അത് ജംഗ്ഷനിൽ പോലെ തുരിക്കട്ടില്ല. അത് കാരണം ഞാൻ റോഡിൽ കൂടെ പോണ കാണാൻ പോലും പറ്റില്ല, അത്ര ചെറിയ വണ്ടി. എന്നാലും ഈ വണ്ടിയിലൊക്കെ പോയില്ലേ? ഈ വണ്ടി പിന്നെ തൊലിക്കട്ടി തന്നെ അല്ലേ? അത് സമ്മതിച്ചു. നമുക്കെന്ന് തോന്നുന്നില്ലേ? ഇതൊരു പരസ്യമാണ്. തീർച്ചയായും പരസ്യമാണ്. കാരണം ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഒരുപാട് ഒരു കാണുമ്പോൾ ചോദിക്കപ്പെടാ എന്ത് എങ്ങനെ. നമുക്ക് എപ്പോഴായിരുന്നാൽ നമ്മുടെ ഉള്ളിൽ ഒരു കുട്ടിത്തോണ്ട് നമ്മളെപ്പോഴും കാണിക്കുകയും ചെയ്യാം. നമ്മൾ സുഹൃത്തുക്കൾ കൂടുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ ബാല്യതരത്തിലേക്ക് തിരിച്ചു പോകും. ഉറപ്പായിട്ട് കാണിക്കും. അതുകൊണ്ട് ഇപ്പൊ എന്റെ 2 ഫ്രണ്ട്സുകൾ വന്ന് ഇവിടെ വന്ന് ഓടിച്ചിട്ട് ഇവിടെ വന്ന് എന്റെ നന്നാക്കിക്കുമ്പോൾ ഒരാളെ ഓടിക്കാൻ വേണ്ടി കൊണ്ട് അവർക്ക് വീഡിയോ ഇടാനായിട്ട്. അപ്പൊ ഈ ബാറ്ററി വില കൂടിയ ബാറ്ററി വാങ്ങിച്ചു വെക്കുമ്പോൾ കസ്റ്റമേഴ്സിനോട് പറയാറുണ്ട് അത് വില കൂടിയതാണ്, അത് വില കൂടുതലാണ്, നിങ്ങൾക്ക് ഇതിനേക്കാളും വാങ്ങിക്കുമ്പോൾ ഒരു ദിവസം പോലും ഗ്യാരണ്ടി ഇല്ല, വാറണ്ടി ഇല്ല. എന്നാൽ ഇവിടെ നന്നാക്കാൻ വരുമ്പോൾ ചോദിക്കും എത്ര നാൾ ഓടും ചോദിക്കും. നിങ്ങൾ ആ ബാറ്ററി ആയുസ് പറഞ്ഞു കൊടുക്കും. അല്ല, എത്ര നാൾ ഓടും ചോദിക്കും. ഇതിന് ഞാൻ 6 മാസം ഓടും, ഞാൻ ഗ്യാരണ്ടി തരും. ഞാൻ കൊടുത്തേ വിടുള്ളൂ. 6 മാസം ഗ്യാരണ്ടി കൊടുത്തേ വിടുള്ളൂ. കാരണം ഞാൻ വാങ്ങിക്കുമ്പോൾ ഇത് പുതിയത് വാങ്ങിക്കുമ്പോൾ കടയിലോ ഇത് ഫൈബർ പ്ലാസ്റ്റിക് ആണ്. ഇതെല്ലാം പ്ലാസ്റ്റിക് അല്ലേ? പ്ലാസ്റ്റിക് പൊട്ടിയാൽ ഒട്ടിച്ചു വിടും. പ്ലാസ്റ്റിക് ഒട്ടിച്ചു കൊടുക്കും. അല്ല, ഇത് നമ്മൾ പൊട്ടിയ ഇത് വാങ്ങുമ്പോൾ ഒരു ദിവസം വാറണ്ടിയില്ല, ഗ്യാരണ്ടി ഇല്ല. നന്നാക്കി കൊടുക്കുമ്പോൾ എന്നോട് ചോദിക്കും എത്ര നാൾ ഓടും ചോദിക്കും. നിങ്ങൾ പറയും ഇനി 6 മാസം 6 മാസം അല്ലെങ്കിൽ 6 മാസം ഞാൻ ഡേറ്റ് എഴുതി തന്നെ കൊടുത്തു. അല്ലെങ്കിൽ ഡേറ്റ് എഴുതി ബാറ്ററിയിൽ ഡേറ്റ് എഴുതി കൊടുത്തു. അത്ര നാൾ നമ്മൾ ഗ്യാരണ്ടി പറയും, ഓടിയിരിക്കും. ശരി. അത് നമ്മൾ ഗ്യാരണ്ടിയാണ്. കോയമ്പത്തൂർ ടൂൾസ് വാങ്ങാൻ പോയി അവിടെ ചെന്ന് ഒരാളെ കോയമ്പത്തൂർ കടയിൽ പരിചയപ്പെട്ട് പൈസരപ്പനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ കാർഡ് കാണിച്ചതാണ് കാണും. അപ്പോൾ വലിയ പൈസ വാങ്ങിക്കില്ല, വില കുറച്ച് തരണം നമ്മൾ പറയുമല്ലോ. നമ്മൾ കാരണം കളിപ്പാടം നന്നാകാനാണ്. ഞാനൊക്കെ പറഞ്ഞു എൻ്റെ പറഞ്ഞ് സാധനമൊക്കെ എടുത്ത് വെച്ചാൽ എൻ്റെ കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞു. അവസാനം എനിക്ക് ചായ വാങ്ങിച്ചത് അവിടെ ഇരുത്തിയിരുന്നു. ഞാൻ കാര്യം ചോദിച്ചു, മക്കളെ ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുത്തിയിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മോൻ വന്ന് എൻ്റെ കാർഡൊക്കെ വാങ്ങിച്ച് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇതാണെങ്കിൽ എൻ്റെ വീട്ടിലൊരു കാർ കിടപ്പുണ്ട്, അത് ഓടണില്ല, ആ റിമോട്ടുള്ളതാണ്, റിമോട്ടിൽ ഓടുമെന്നൊക്കെ ചോദിച്ചു. ഞാൻ നമുക്ക് റെഡിയാക്കി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ കാർഡൊക്കെ കൊടുത്ത് സംസാരിച്ച് ഞാൻ വന്നു. അത് കഴിഞ്ഞ് ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ കാർ കൊണ്ടുവരാം, നന്നായില്ലെങ്കിൽ ഞാൻ കാർ കാറിലാണ് പറഞ്ഞത്, എനിക്ക് അന്ന് 2000 രൂപ ഡീസലാവും, അപ്പോൾ ആ നഷ്ടമൊന്ന് ആലോചിക്കണം. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം നമുക്ക് പന്തയം കിട്ടാം, റെഡി ആയ 2000 രൂപയ്ക്ക് തരണം, റെഡി ആയില്ലെങ്കിൽ 2000 രൂപ തരും. ആ വണ്ടിയുടെ വില എത്ര രൂപ ഉണ്ട്? വണ്ടിക്ക് അത് 10-15 രൂപ വരെയുള്ള വണ്ടിയാണ്, വലിയ വണ്ടിയാണ്. അപ്പോൾ എൻ്റെ തുടങ്ങിയപ്പോൾ ഞാൻ സമ്മതിച്ചു. അപ്പോൾ 2000 രൂപ പന്തയം കെട്ടിയാണ് കൊണ്ടുവരണം. അപ്പോൾ 2000 രൂപ അദ്ദേഹത്തെ ഡീസലിൽ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പൈസ തരാം, പന്തയം കെട്ടാവും. അങ്ങനെ പന്തയം കെട്ടി ഒരു 2 ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് തുടങ്ങി ഞങ്ങൾ രാവിലെ വരും. ചേട്ടാ ഓർമ്മ ഉണ്ടല്ലോ 2000 രൂപ, ഞാൻ 2000 ഓർമ്മയുണ്ട്. വന്ന് രാവിലെ ഒരു 6 മണിയായപ്പോൾ വണ്ടി കൊണ്ട് തന്ന് റെഡിയായി. ഞാൻ വൈകുന്നേരം വിളിച്ച് ഞാൻ വൈകിട്ട് അപ്പോൾ അവർ
ഇന്നും സ്റ്റേ നാളെ പോകാന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് അവർ പറഞ്ഞത്. അതിന് വേണ്ടിയാണ് വന്നത്. വൈകിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞ് വണ്ടി റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞ് എത്ര രൂപയെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു 1500 ആയിരുന്നു മൊത്തം. അപ്പോൾ കക്ഷി 2000 രൂപ വന്നു. അപ്പോൾ ഞാൻ ബാക്കി എടുക്കാൻ ഞാൻ പറഞ്ഞു ചേട്ടാ 2000 രൂപ കിട്ടും, മാന്യമായി പറഞ്ഞ് ഇനി 1500 രൂപ ഞാൻ തരണം, ഇത് 2000 പന്തയമാണ്. മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നമ്മൾ ചുമ്മാ എനിക്ക് ധൈര്യമുള്ളതാണ് ഞാൻ പന്തയം കിട്ടും, റെഡിയാകാൻ പറ്റുമെന്ന് എൻ്റെ ആത്മവിശ്വാസമാണ്, ഞാൻ പന്തയം കിട്ടും, എനിക്ക് 2000 രൂപ വേണമെന്ന്. അപ്പോൾ അതല്ല ചേട്ടാ പന്തയത്തുമെങ്കിലും തരാം, മറ്റത് വിടാം. അങ്ങനെ 2000. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ പന്തയം വെറുതെ കിട്ടണം, ഇല്ല 2000 രൂപ കിട്ടണം. സന്തോഷം. കേരളത്തിന്റെ വെളിയിൽ നിന്ന് കോയമ്പത്തൂർ സന്തോഷമായിട്ട് ഒരു വർക്ക് വന്നു. കോയമ്പത്തൂർ. അപ്പോൾ തൃശ്ശൂർ മുതൽ തൃശ്ശൂരിൽ നടക്കാൻ ഒരുപാട് വർക്കുകൾ പാലിച്ചേട്ടൻ എൻ്റെ ടൂൾസ് വാങ്ങണം. ഇപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് കൊറിയർ അയച്ചു തരും. ഇപ്പൊ അങ്ങനെ പോകുന്നുണ്ട്. ആ ബന്ധം കൂടെ ഒരു കിട്ടി. ഇതിൽ നിന്ന് കിട്ടുന്ന ബന്ധങ്ങളാണ്. കളി കാര്യമായി എന്ന് തന്നെയാണ് സത്യാവസ്ഥ. ഇപ്പോൾ ഇതാ ഒരുപാട് വണ്ടികൾ കിടക്കില്ലേ അല്ലേ, ഒരുപാട് വണ്ടി നന്നാക്കാൻ കിടക്കണം. ഇലക്ട്രിക് മേഖലയിലായിട്ട് ചേട്ടാ ഇനി തിരിയും. എന്തായാലും ഒരുപാട് ഉന്നതിയിൽ ചേട്ടൻ എത്തട്ടെ. ഒരുപാട് ഇലക്ട്രോണിക് വണ്ടികളും അതും ഇതും പുതിയ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ വരെ ചേട്ടന് ചിലപ്പം സാധ്യമായേക്കാം നാളെ. പിന്നെ പെട്രോൾ കാലം കഴിയും, കുറച്ച് കാലം കഴിയുമ്പോൾ മിക്കപ്പോഴും ഈ ഇലക്ട്രിക് തന്നെ വരും. ഇലക്ട്രിക്കും ഈ പറഞ്ഞ വൈദ്യുതി സാധ്യത വരുള്ളൂ. അപ്പോൾ എന്തായാലും അതിൽ ഒരുപാട് സാധ്യത ചേട്ടനുണ്ട്. എന്തായാലും ഉന്നതികളിലെത്തട്ടെ. ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. താങ്ക് യു ചേട്ടാ.